Hello dears, welcome back to Xylem Learning. It's me, VK. ഈ വരുന്ന പബ്ലിക് എക്സാമിന് +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിംഗ് എന്ന ചാപ്റ്റർ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളെന്ന്. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ സ്റ്റാർ ലിമിറ്റഡ് പ്രൊഡ്യൂസേഴ്സ് 3 types of products, കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ് ആൻഡ് മെഡിസിൻസ്. അതായത് സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? കോസ്മെറ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗാർമെന്റ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 3 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചോദ്യം ഇതാണ്, സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ സ്റ്റാർ ലിമിറ്റഡ്. സ്റ്റാർ ലിമിറ്റഡിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദ്യം. ഇനി അടുത്ത ചോദ്യം, റെപ്രസെന്റ് ദിസ് സ്ട്രക്ചർ ഇൻ എ ഡയഗ്രാം. ഇതൊരു ഡയഗ്രത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ഡയഗ്രാം നിങ്ങളോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഇനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ഇതിന്റെ ഏതെങ്കിലും 2 ഗുണങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? എഴുതാൻ വേണ്ടി പറഞ്ഞു. സോ ഇത്തരത്തിലൊരു 4 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇത് ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്? നമുക്കറിയാം, ഡിവിഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് എത്തിയത്? മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതാ, ഒന്നിലധികം പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഡിവിഷണൽ സ്ട്രക്ചർ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ആൻസർ ആദ്യം എന്ത് എഴുതണം? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് എഴുതേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഈ ചിത്രമാണ് വരയ്ക്കേണ്ടത്. സോ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് യൂസ് ഡിവിഷണൽ സ്ട്രക്ചർ. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ്, ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും സൂട്ടബിൾ ആയിട്ട് വരുന്നത്, അല്ലെ? അവിടെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെ? മാനേജർ റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ആൻഡ് അതോറിറ്റി. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പെർഫോമൻസ്, ഇപ്പം കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കോസ്മെറ്റിക്സിൽ കൃത്യമായിട്ടുള്ള ഹെഡ് ഉണ്ടായിരിക്കും, ആ ഹെഡാണ് തീരുമാനിക്കുക. അതേപോലെ തന്നെ ഗാർമെന്റ്സ് ഐറ്റംസ് ആണെങ്കിൽ ഗാർമെന്റ്സ് ഐറ്റംസ് നോക്കാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹെഡ് ഉണ്ടായിരിക്കും, അവരായിരിക്കും തീരുമാനിക്കുക. സോ ആ രീതിയിലാണ് ഇവിടെ ഡിവിഷണൽ സ്ട്രക്ചറിലെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇതാ ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായിരിക്കും. ഇവിടെ കോസ്മെറ്റിക്സ്, ഗാർമെന്റ്സ്, ഫുട്വെയർ, സ്കിൻ കെയർ. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഗാർമെന്റ് ഐറ്റംസിനാണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്, അല്ലെ? ഗാർമെന്റ്സ് ഐറ്റംസിനാണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. അതായത് മാർക്കറ്റിംഗ്, റിസർച്ച്, പേഴ്സണൽ, പർച്ചേസ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ എന്തിനുണ്ടായിരിക്കും? സ്കിൻ കെയറിനുണ്ടായിരിക്കും, ഫുട്വെയറിനുണ്ടായിരിക്കും, കോസ്മെറ്റിക്സ് ഉണ്ടായിരിക്കും. സോ ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിവിഷണൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ, ഈസി പെർഫോമൻസ് ഇവാലുവേഷൻ, ഫാസ്റ്റർ ഡിസിഷൻസ് ആണ്, സപ്പോർട്ട്സ് എക്സ്പാൻഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഡിസ്അഡ്വാൻറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹയർ കോസ്റ്റ് ആണ്, കൂടുതൽ ചെലവ് കൂടിയുള്ള പരിപാടിയാണ്, ഒരു സ്ട്രക്ചർ ആണത്. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, കോൺഫ്ലിക്റ്റ് അമംഗ് ഡിവിഷൻസ്, അല്ലെ? ഡിവിഷൻസ് തമ്മിൽ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡിവിഷൻസ് തമ്മിൽ എന്തുണ്ടാവും? ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇത്തരത്തിൽ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നോക്കി വെക്കുക. ഒരു ചോദ്യം ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടായിരിക്കും. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഡിവിഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, മെട്രോ ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സോപ്പ് ആൻഡ് ഇറ്റ് ഹാസ് പർച്ചേസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മെട്രോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് എന്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ട്രക്ചറാണ് സ്യൂട്ടബിൾ ആവുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു മാർക്ക്. സോ ആൻസർ ഏത് എഴുതണം? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് എഴുതണം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് എഴുതണം. ഇനി സ്റ്റേറ്റ് ഇനി 2 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാലോചിക്കേണ്ടത്, ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റോ 1-2 പ്രൊഡക്റ്റ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെറുതാണ്, സ്മോൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താ നടക്കുന്നത്? ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ജോബ്സ് ഇൻ ടു ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഇവിടെ സിമിലർ ആയിട്ടുള്ള ജോലികൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അങ്ങനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് റിപ്പോർട്ടഡ് ടു വൺ കോർഡിനേറ്റിംഗ് ഹെഡ്, ജോബ്സ് ഗ്രൂപ്പ്ഡ് ബൈ ഫങ്ഷൻ. എല്ലാവരും ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്മാരായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റിപ്പോർട്ടബിൾ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ അവിടെ മാനേജിംഗ് ഡയറക്ടർ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചിത്രം വരച്ച് വെക്കുക. ആ മാനേജിംഗ് ഡയറക്ടർ കീഴിലാണ് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കുക, മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഫിനാൻസ് മാനേജർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ഉണ്ടായിരിക്കുക. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഡയഗ്രാം ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. ക്ലിയർ? ഇനി ഇതിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം, ശ്രദ്ധിച്ചോ.
വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നേക്കാം. നോട്ട് ചെയ്യുക, 5 മാർക്കിന്റെ ചോദ്യം. എനി 5 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, ഘടനയാണ് എന്ത് വിളിക്കുക? ഫോർമൽ ഓർഗനൈസേഷൻ. അതിന്റെ മീനിങ്ങിലേക്ക് വന്ന് ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ്, ക്ലിയർ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, കോർഡിനേഷൻ എല്ലാം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ, ഒരു കമ്പനീസ് ഒഫീഷ്യൽ ഹയറാർക്കി ചാർട്ട് അല്ലെ, മാനേജർ അല്ലെ, അസിസ്റ്റന്റ് മാനേജർ, ഒരു താഴെ അങ്ങനെ ഒരു സ്ട്രക്ചറിയാണ് എന്ത് വിളിക്കുക? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഇനി ഇൻഫോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് ഫോം ചെയ്യുന്നതാണ് എന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഇപ്പൊ ഒരു കരോൾ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വിചാരിക്കുക, അല്ലെങ്കിൽ ഇഫ്താർ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വിചാരിക്കുക. അങ്ങനെ പെട്ടെന്ന് ഇൻഫോർമൽ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? സ്പോണ്ടേനിയസ്ലി ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ഫോം ചെയ്യുന്നതാണ്. നോ റിട്ടേൺ റൂൾസ് അല്ലെങ്കിൽ നോ ഫിക്സഡ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ, അപ്പം എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിംഗ് ഡ്യൂറിങ് എ വർക്ക് അല്ലെ, ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് ഫോം ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ്താർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് സെറ്റ് ആക്കുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ ഇതാണെന്ന് വിചാരിക്കുക, അതിന്റെ ഉള്ളിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് എന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നിന്ന് ഫോം ചെയ്യുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതിന്റെ ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ ഒറിജിൻ എങ്ങനെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് കമ്പനി റൂൾസ് ആൻഡ് പോളിസീസ് ആണ്, ഇവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ദെൻ അതോറിറ്റി എങ്ങനെയാണ്? വെർച്യൂ ഓഫ് പൊസിഷൻ ആണ്, ഇവിടെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. ബിഹേവിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് ബൈ റൂൾസ് ആണ്, നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ എങ്ങനെയാണ്? സെറ്റ് ബിഹേവിയർ പാറ്റേൺ, നോ സെറ്റ് ബിഹേവിയർ പാറ്റേൺ ആണ്. ദെൻ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ടേക്ക് പ്ലേസ് ത്രൂ സ്കാലാർ ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. ഇവിടെ എങ്ങനെയാണ്? കൃത്യമായിട്ടൊരു സ്കാലാർ ചെയിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോ ഒന്നും പറയുന്നില്ല. നേച്ചർ എങ്ങനെയാണ്? സ്വഭാവം ഇവിടെ റിജിഡ് ആണ്, ഇവിടെ ഫ്ലെക്സിബിൾ ആണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാനൊന്നും പറ്റില്ല, കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മാനേജേഴ്സ് ആണ് ഇവിടെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? ചൂസൺ ബൈ ദി ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ, ഒരു ഗ്രൂപ്പ് എന്നാണ് ഒരാളെ എന്ത് ചെയ്യുക? ലീഡറായിട്ട് സെലക്ട് ചെയ്യുക. അവിടെ പ്രത്യേകിച്ച് വേർച്യോ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല എന്നുള്ളതാണ്. സോ മനസ്സിലാക്കി വെക്കുക, ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കും. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? എന്താണ് ഡെലിഗേഷൻ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ 3 പ്രധാനപ്പെട്ട എലമെന്റുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മക്കളെ. 4 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വെച്ചിട്ടാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി. എന്താ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി എന്ന് വെച്ചിട്ടാണെങ്കിൽ മനസ്സിലാക്കുക, ഒരു സുപ്പീരിയർ തന്റെ അതോറിറ്റിയെ തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റ്സിന് കൈമാറ്റം ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനാണ് എന്ത് വിളിക്കുക? ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു മുകളിലുള്ള ആൾ ഒരു സുപ്പീരിയർ ആണെന്ന് വിചാരിക്കാം, അപ്പൊ ഇയാളുടെ അതോറിറ്റിയെ തൊട്ട് താഴെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുക? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ഫോക്കസ് ഓൺ ഇമ്പോർട്ടന്റ് ടാസ്ക്. ഇങ്ങനെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഡെലിഗേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സുപ്പീരിയേഴ്സിന് അവരുടേതായിട്ടുള്ള കീ ഏരിയാസിൽ കൂടുതൽ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാം കൂടി ഒരാൾ ചെയ്യാതെ കുറച്ച് ജോലികൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നത്. അസിസ്റ്റന്റുമാർക്കും തൊട്ട് താഴെയുള്ള എംപ്ലോയീസിനും ഒരു സുപ്പീരിയർ വീതിച്ചു കൊടുക്കുന്നത്. ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ. ഡെലിഗേഷന്റെ 3 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ്. ഒന്നാമത്തെ അതോറിറ്റി. എന്താണ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ടേക്ക് ഡിസിഷൻ അല്ലെ, ഒരാളോടുമായിട്ട് കമാൻഡ് ചെയ്യാനുള്ള പവറും അതേപോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള ആ ഒരു അതോറിറ്റി ആണെന്ന്, ആ ഒരു പവറിനെയാണ് എന്ത് വിളിക്കുക? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടാണെങ്കിൽ ഡ്യൂട്ടി ടു പെർഫോം അസൈൻഡ് വർക്ക്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിൾ ഫോർ ദി ഫൈനൽ റിസൾട്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മളത് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ റിസൾട്ടിന് എന്താണ്? നമ്മൾ ഉത്തരവാദികളാണ്. സോ ദാറ്റ് ഈസ് എന്താണ്? അക്കൗണ്ടബിലിറ്റി. എക്സാമ്പിളും കൊടുക്കുന്നുണ്ട്. cannot be delegated flows upward. എക്സാമ്പിൾ, സൂപ്പർവൈസർ
റിപ്പോർട്ട്സ് പെർഫോമൻസ് ടു ദ മാനേജർ. സൂപ്പർവൈസർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മാനേജറിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാണെങ്കിൽ ഫൈനൽ റിസൾട്ടിന് എന്താണ് റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആർ ദി എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. സോ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഒരു 3 മാർക്കിന് അഡീഷണൽ ചോദ്യങ്ങളായിട്ട് വന്നേക്കാം. സോ വിട്ട് കളയരുത്, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കാം. എഫക്റ്റീവ് മാനേജ്മെന്റ് ആണ്, എംപ്ലോയി ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന ഇത്തരത്തിൽ ഡെലിഗേഷൻ സംഭവിക്കുന്ന സമയത്ത്. മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്, ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്, ബേസിസ് ഓഫ് മാനേജറിയൽ ഹൈറാർക്കി, ബെറ്റർ കോർഡിനേഷൻ. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഡെലിഗേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കീ പോയിന്റ്സുകളൊക്കെ ആലോചിച്ച് വെക്കുക. ഒരു 3-4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരുന്നത്. സോ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. കിടനായിട്ട് നിങ്ങൾ +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ എഴുതുക. ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുമായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ടും ഷോർട്ട് വീഡിയോസുമായിട്ടും ഒക്കെ നമ്മൾ എത്തുന്നുണ്ട്. സോ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.